ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നതാ ഒരു കുട്ടി ചൂര ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, 2 മസാല ചേർത്താണ് ഫ്രൈ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താവോ എന്തോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിൽ 2 അരപ്പാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിൽ മുഴുവൻ പച്ചയാണല്ലേ, അപ്പം പച്ച മയത്തിലുള്ള ഒരു സൈഡ്, ഇതാകുമ്പോൾ അല്ലാതെ സാധാരണ. അപ്പോൾ അതിന് വേണ്ടുന്നത് അതായത് വെളുത്തുള്ളി, പച്ചമുളക്, പച്ചക്കുരുമുളക്, പിന്നെ അതുപോലെ കുറച്ച് ചുവന്നുള്ളി, മല്ലിയില അല്പം ഇട്ടാൽ മതി, പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത്രയും കൂടെ മതി. ഇതിലാകുമ്പോൾ ഈ വറ്റൽമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ കറിവേപ്പില, അത്രയും മതി. പിന്നെ ഇതിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും അത്രയും കൂടെ മതി. അപ്പോൾ ഇത് തേച്ച് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പച്ച അരപ്പ്, ഇത് ചുവപ്പ്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മുടെ മീൻകുട്ടൻ എന്താ കിടക്കണം, നമുക്ക് പച്ച അരപ്പ് തേച്ച് കൊടുക്കാം. ഈ അരപ്പ് ഈ വെട്ടിലെല്ലാം നല്ലപോലെ കയറണം. നമ്മുടെ പച്ച സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് തിരിച്ചിടുമ്പോൾ കുറേയൊക്കെ ഇതിൽ പറ്റിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ വെക്കാം. ഇനി അടുത്ത് നമ്മുടെ ചുവന്ന അരപ്പ്, അത് നമ്മൾ അകത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം, അപ്പുറത്തെ പോലെ തന്നെ. കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുകയാണ്. ഈ സൈഡ് പച്ച, ഈ സൈഡ് ചുവപ്പ്. അപ്പൊ നമ്മുടെ അരപ്പൊക്കെ തേച്ച് നമ്മുടെ ചൂരക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മുടെ മീൻകുട്ടൻ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പൊരിച്ചിങ്ങെടുക്കാം. അതാ നമുക്ക് ഇടാം. അങ്ങനെ കിടന്നങ്ങോട്ട് പൊരിയട്ടെ. അപ്പൊ നമ്മുടെ ആശാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കിടുക്കാച്ചിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് രുചിച്ച് നോക്കാൻ കൊടുക്കാം.
അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല വിശപ്പും ഉണ്ട്. ഇദ്ദേഹം നമ്മളെ ചുമന്ന അരപ്പാണ്. ഇതാദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. പച്ച സൈഡാണ്. ഒരു സവാളയും ഒക്കെ എടുത്ത് ഒരു പിടി. പച്ച കുരുമുളകിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ്